അപകടമുണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ സഭകൾ ഒന്നുചേർന്ന് അണിനിരക്കണമെന്ന് ഓർമ്മിപ്പിച്ച് എപ്പിസ്കോപ്പൽ പ്രതിനിധി സമ്മേളനം. സമുദായത്തിന്റെ നിലനിൽപ്പിന് അപകടമുണ്ടാക്കുന്ന സാഹചര്യങ്ങളും ധാർമ്മികമായ വെല്ലുവിളികൾ ഉണ്ടാകുമ്പോഴും അവയെ ചെറുത്തു തോൽപ്പിക്കാൻ സഭകൾ ഒന്നുചേർന്ന് നിൽക്കണമെന്ന് വ്യക്തമാക്കി ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം. സഭൈക്യവാരത്തോടനുബന്ധിച്ചാണ് മധ്യകേരളത്തിലെ എപ്പിസ്കോപ്പൽ സഭകളുടെ പ്രതിനിധി സമ്മേളനം സംഘടിപ്പിച്ചത്. സീറോ മലബാർ, സീറോ മലങ്കര, ലത്തീൻ, ഓർത്തഡോക്സ്, യാക്കോബായ, മാർത്തോമ, CSI, ജ്ഞാനായ, യാക്കോബായ സഭകളിൽ നിന്ന് മെത്രാൻമാർ, വൈദികർ, അൽമായർ എന്നിവരടങ്ങിയ പ്രതിനിധികൾ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് കെനിയയിലെ നിരീശ്വരവാദി നേതാവ് സേത്ത് മഹിംഗ. കിഴക്കേ ആഫ്രിക്കൻ രാജ്യമായ കെനിയയിലെ നിരീശ്വരവാദി സംഘടനയായ എത്തിസ്റ്റ് ഇൻ കെനിയയുടെ സെക്രട്ടറി സേത്ത് മഹിംഗ തന്റെ സ്ഥാനം രാജിവെച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു. യേശുവിനെ കണ്ടെത്തിയതായാണ് നിരീശ്വരവാദം ഉപേക്ഷിച്ച് തന്റെ ശേഷിക്കുന്ന ജീവിതം യേശുവിനായി സമർപ്പിക്കുന്നതിന്റെ കാരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. യേശുവിനെ സ്വീകരിക്കുന്നതായി മഹിംഗ പ്രഖ്യാപിക്കുന്ന വീഡിയോ ഇക്കഴിഞ്ഞ ശനിയാഴ്ച സമൂഹമാധ്യമങ്ങളുടെ പുറത്തുവന്നിരുന്നു. പാസ്റ്ററിന്റെയും നിരവധി വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ ദേവാലയത്തിനുള്ളിൽ വെച്ചായിരുന്നു പ്രഖ്യാപനം. കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതിക്ക് തുർക്കിയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന ഇറാനിയൻ ക്രിസ്ത്യാനികൾ യോഗ്യരല്ലെന്ന പ്രഖ്യാപനവുമായി US. മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഇപ്പോഴും USന്റെ പട്ടികയിൽ ഉണ്ടായിട്ടും ഇത്തരമൊരു തീരുമാനം മനുഷ്യാവകാശ പ്രവർത്തകരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇറാനിലെ തടവിൽ നിന്നും മതപീഡനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട് മൂന്നാമതൊരു രാജ്യത്തിലേക്ക് കുടിയേറാനായി അഭയാർത്ഥികളായി തുർക്കിയിൽ കാത്തുനിൽക്കുന്ന ഇറാനിയൻ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് ഇത് വലിയൊരു തിരിച്ചടിയാണ്. കഴിഞ്ഞ വർഷം ആരംഭിച്ച അഭയാർത്ഥി സ്പോൺസർഷിപ്പ് പ്രോഗ്രാമിന് അവർക്ക് യോഗ്യതയില്ലെന്നാണ് ഇപ്പോൾ US വിധിച്ചിരിക്കുന്നത്. പൂർണ്ണമായോ ഭാഗികമായോ മതസ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഇറാനെയും ഉൾപ്പെടുത്തിയിരിക്കുമ്പോഴാണ് ഇത്തരമൊരു തീരുമാനം. നൈജീരിയയിലെ ക്രൈസ്തവ പീഡനം പ്രതിസന്ധി രൂക്ഷമായതോടെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി കടുന സംസ്ഥാന ഗവർണർ. നൈജീരിയയിൽ സെപ്റ്റംബർ മുതൽ തീവ്രവാദികൾ ക്രൈസ്തവരെ കൊലപ്പെടുത്തുമെന്ന അത്യന്തം രൂക്ഷമായ സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് നൈജീരിയയിലെ കടുന സംസ്ഥാന ഗവർണർ ക്രിസ്ത്യൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ 4 മാസത്തിനിടെ ഇസ്ലാമിക ഭീകരർ 100-ലധികം ക്രൈസ്തവരെ ഈ പ്രദേശത്ത് കൊന്നൊടുക്കിയതായാണ് തെക്കൻ കടുന സംസ്ഥാനത്തെ ക്രിസ്ത്യൻ കഗാർക്കു കൗണ്ടിയിലെ ഡിനാറ്റ ചിഹ്ഡത്തിന്റെ ക്രിസ്ത്യൻ നേതാവ് ജെയിംസ് ബ്രിട്ടസ് പറഞ്ഞു. ജനുവരിയിൽ മാത്രം 100-ലധികം ക്രൈസ്തവരെയാണ് തട്ടിക്കൊണ്ടുപോയത്. വിവിധയിടങ്ങളിൽ അടുത്തിടെയുണ്ടായ അക്രമങ്ങളെ എങ്ങനെ തടയാമെന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് യോഗത്തിന്റെ ലക്ഷ്യമെന്ന് മേയിൽ അധികാരമേറ്റ സാനി വ്യക്തമാക്കി. JB കോശി കമ്മീഷന്റെ സമ്പൂർണ്ണ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ആവശ്യവുമായി സഭൈക്യ സമ്മേളനം. JB കോശി കമ്മീഷന്റെ സമ്പൂർണ്ണ റിപ്പോർട്ട് ഉടൻ പുറത്തുവിടണമെന്നും സഭകളുമായി ആലോചിച്ച് ഈ ബജറ്റിൽ തന്നെ പദ്ധതികൾ ഉൾക്കൊള്ളിക്കത്തക്ക തരത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ചങ്ങനാശ്ശേരി അതിരൂപത കേന്ദ്രത്തിൽ നടന്ന സഭൈക്യ സമ്മേളനം പാസാക്കിയ പ്രമേയം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തെയഡോഷ്യസ് മാർത്തോമ വലിയ മെത്രോപൊലീത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള സമൂഹത്തിന്റെ വളർച്ചയിലും ജനാധിപത്യ സംവിധാനത്തിന്റെ ഉയർച്ചയിലും നിർണായകമായ പങ്കും സ്വാധീനവും സംഭാവനയും നൽകിയിട്ടുള്ള കേരള ക്രൈസ്തവരുടെ അംഗസംഖ്യയിൽ കുറവ് വന്നിരിക്കുന്നുവെന്നും ഈ കുറവ് അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് കാരണമാകരുതെന്നും JB കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ തുടർ നടപടികൾ വൈകുന്നതിന് നീതി നിഷേധമാണെന്നും അദ്ദേഹം പറഞ്ഞു.